ഇമാം ഗസാലിയുടെ ഇഹ്യയിൽ 26 ടിപ്സുകൾ സൗന്ദര്യം വെക്കാനുള്ള ടിപ്സ് പറയുന്നുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയോട് തെറ്റിയാൽ ശരിയാകാനുള്ള ടിപ്സുകൾ 25 വേറെ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സ്നേഹമുണ്ടാവാനുള്ള ടിപ്സുകൾ വേറെ 100 കണക്കിന്. ഗസാലി ഇമാമിൻ്റെ ഇഹ്യ എടുത്താൽ ശരിയായ ഒരു പ്രീമേരിറ്റൽ കൗൺസിലും അതുപോലെ തന്നെ ഒരു ശരിയായ ഒരു കുടുംബം പഠിക്കേണ്ട എല്ലാ വിഷയവും ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഹാദിയയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ വിവാഹിതരായ പെൺകുട്ടികളുണ്ട്. വിവാഹിതരായ ഒരു പെൺകുട്ടി ചോദിച്ചു, ഞാൻ കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടുള്ളൂ, എൻ്റെ ഭർത്താവിന് എന്നോട് വല്ലാത്ത ഇഷ്ടക്കേടാണ്, ഭർത്താവിന് എന്നെ സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണ് വലിയ പ്രയാസമാണ്. അവിടെ 46 കുട്ടികളുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണ് ആ ക്ലാസ്സിൽ. ആ കുട്ടി ചോദിക്കാനുള്ളൊരു കാരണം കുട്ടിയുടെ ഒരു മാനസിക വിഷമം കാരണമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൾ പറയുന്നില്ല, കരഞ്ഞു. ക്ലാസ്സിന് മണിക്കൂറുകളനുസരിച്ചുള്ള പീരീഡ് ആയതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. പിന്നെ മറ്റൊരു സമയത്ത് അവിടെ സ്ഥിരമായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ റമദാൻ 27 വരെ അവിടെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അൽബനാത്ത് ചെറുവാടിയിൽ. അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വേറെ ഒരു ക്ലാസ്സിൽ വെച്ചു ഇതേ കുട്ടിയുടെ സംശയവുമായി വേറൊരു കുട്ടി ചോദിച്ചു. ഈ കുട്ടി പറഞ്ഞു കൊടുത്തതാ ചോദിക്കുന്നത്. എന്താണ് പ്രശ്നം ഭർത്താവ് ഹസ്ബൻഡ് ഇവളോട് മിണ്ടുന്നില്ല, ഇവളോട് സംശയമാണ് ഹസ്ബൻഡിന്. അങ്ങനെ ഹസ്ബൻഡ് പിണങ്ങി നിൽക്കുകയാണ്. രാത്രി വീട്ടിലേക്ക് വന്നാലും പെയിന്റ് ചെയ്യൂല. അങ്ങനെ ദിവസങ്ങൾ കഴിയാണ്. പുതിയ പെണ്ണും അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു. വീട്ടുകാരൊക്കെ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹം ചെയ്തതെങ്കിലും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടായപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണമെന്നുള്ള ഒരു ധാരണയിൽ വരെ എത്തി. വിഷയം ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നീ അവരോട് സലാം പറയാം. സലാം പറഞ്ഞിട്ട് മടക്കൂല. കാരണം പിണക്കല്ലേ, പിണക്കാവുമ്പോൾ എങ്ങനെ മടക്കാനാണ്? അപ്പോൾ പിണക്കവും ഇണക്കവും ദാമ്പത്യ ജീവിതത്തിൽ അത് ഇടയ്ക്ക് ഉണ്ടാവണം. അതതിൽ പെട്ടതാണ്. എപ്പോഴും നല്ല സ്നേഹമാണ്, ഒരു പിണക്കവും ഉണ്ടാവില്ല, ഒന്ന് ചൂടാകലുമില്ല എങ്കിൽ, ഒരു നോട്ടവും ഇല്ലെങ്കിൽ അതിന് ഒരു പ്രശ്നം അങ്ങനെ ഉണ്ട് എന്നല്ല അർത്ഥം. ചെറിയൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കണം, ചെറുങ്ങനെ പ്രശ്നങ്ങളൊക്കെ വേണം. എന്നാൽ പ്രശ്നം തന്നെ അതും പറ്റൂല, ഇടയ്ക്കൊക്കെ പ്രശ്നം വേണം. അപ്പം ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മോളെ പോകുമ്പോൾ സലാം പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, വീട്ടിൻ്റെ ഉള്ളിലെത്തിയതിന് ശേഷം സമാധാനപൂർവ്വം മൂപ്പര് വീട്ടിൻ്റെ ഉള്ളിലെത്തിയതിന് ശേഷം വളരെ റാഹത്തിൽ വന്ന ഉടനെ നല്ല സ്വീകരിക്കാം. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നീ നല്ല പോലെ കൈ കൊടുക്കുക. കൈ കൊടുത്ത് മുഖത്തേക്ക് നോക്കി ചിരിക്കുക. എങ്കിൽ എന്നിട്ട് നീ പറയാ, എന്നോട് പൊരുത്തപ്പെടണം, എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെടണോ. ഇസ്തഗ്ഫിരീ, എനിക്ക് അല്ലാഹു മാപ്പ് നൽകണം, അതിനു വേണ്ടി നിങ്ങളുടെ പൊരുത്തം എനിക്ക് വാജിബാണ്. ഇത് പറയാം. ആ പെൺകുട്ടി പറയാണ്, കഴിഞ്ഞ റമദാൻ 26 പകലിലാണ് ഈ സംഭവം ശരിയായി എന്ന് എന്നോട് വീണ്ടും പറയുന്നത്. അങ്ങനെ ആ പെൺകുട്ടി പിന്നെ പറയാണ്, റമദാന്റെ മുമ്പ് തന്നെ ശഅബാൻ ലാസ്റ്റിലേക്ക് ഈ വിഷയം അവൾ പ്രാക്ടിക്കലായി ചെയ്തു. കൈ കൊടുത്തു, മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച് പറഞ്ഞു. ആ ഭർത്താവ് പിന്നെ നല്ല സ്നേഹമാണ്. തെറ്റിദ്ധാരണ ഇവിടെയാണ് വരുന്നത്. തെറ്റിദ്ധാരണകൾ വരുന്നത് പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ഫോണ് ഞാൻ ലോക്കിട്ടാൽ ആ ലോക്ക് എൻ്റെ വൈഫിന് അറിയാതിരിക്കുമ്പോൾ വൈഫിന് എന്നോടുള്ള തെറ്റിദ്ധാരണയാണ്. എൻ്റെ വൈഫിൻ്റെ ഫോണ് അവൾ ലോക്കിട്ടാൽ ആ ലോക്ക് എനിക്കറിയാതിരിക്കുമ്പോൾ എനിക്ക് അവളോടുള്ള തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ രണ്ടുപേരും സെലക്ട് ചെയ്തൊരു ലോക്കിടണം. എൻ്റെ ഫോണ് ലോക്കിട്ടത് അവളാണ്. ഈ ഫോൺ വാങ്ങിയ 2ാമത്തെ ദിവസം അവൾ ലോക്കിട്ടതാണ്. അവളുടെ ഫോണ് ലോക്ക് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ലോക്കാണ് ഇട്ടത്. എന്തിനാ? പരസ്പരം തെറ്റിദ്ധാരണകളില്ലാതിരിക്കണം. അതൊക്കെ പുതിയ കാലാണ്. ക്ലിയർ ചാറ്റ് അടിക്കാൻ എല്ലാ സംവിധാനമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം നല്ല രൂപത്തിൽ ഒരു ഭർത്താവ് അങ്ങോട്ട് കൊടുത്താൽ ഒരു പെണ്ണ് ഇങ്ങോട്ട് നല്ല രൂപത്തിൽ സ്നേഹിക്കും. ശരിയാണ്, ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ഭാര്യയും ഭാര്യയെ സ്നേഹിക്കേണ്ടത് ഭർത്താവുമാണ്.
അവർ തമ്മിൽ അങ്ങനെയുള്ള സ്നേഹമാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് ഒലിച്ചു പോകുന്നതല്ല സ്നേഹമെന്നത്. ഉണ്ടോ? ഖദീജ റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയെടുത്തത് എൻ്റെ ഖദീജയാണെന്ന് അല്ലേ? ഈ സംഭവമൊക്കെ ഹാദിയ പോലെയുള്ള ക്ലാസ്സുകളിൽ ഫാദിലി അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ഔദ്യോഗികമായ കിതാബുകളിൽ നിന്ന് എടുത്ത് ധരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. 2 ഭാര്യ ഉള്ളത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാനൊരു ഹാദിയ ക്ലാസ്സിൽ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളല്ലാത്ത ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. എല്ലാ സുന്നത്തും എടുക്കാൻ തയ്യാറാകുന്ന ചില ആളുകൾ പോലും അത് പറ്റൂല എന്ന് പറഞ്ഞു.